എല്ലാവർക്കും ഹാപ്പി ഓണേ. നമ്മൾ ഓണത്തിനിടേണ്ട പൂവുണ്ടല്ലോ, തലേ ദിവസമാണ് ഇടല്ലേ. എന്നാൽ പിന്നെ രാവിലെ കുറച്ച് ഫ്രീ ആവുമല്ലോ, രാവിലെ അമ്പലത്തിലും പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ തലേന്ന് ഇതാ മമ്മി ചിത്രമെല്ലാം വരച്ച് അങ്ങനെ പപ്പയും മക്കളും മമ്മിയെല്ലാം കൂടിയിട്ട് ഓണത്തിന് പൂവിടുമെന്ന്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു പുതിയ പരീക്ഷണമാണ് ചെയ്യുന്നത്. കാണുന്നില്ല, ഞാൻ ആ ബക്കറ്റിൽ നിന്ന് വാരിയിടുന്നൊരു സംഭവം. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഓണത്തിൻ്റെ ആഘോഷത്തിൽ നമുക്ക് എപ്പോഴും പറ്റുന്നൊരു ഫാൾട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവിടൽ ലേറ്റാവും, അവസാനം രാത്രി ഉറങ്ങാൻ ലേറ്റാവും, പിന്നെ രാവിലെ എണീക്കാൻ ലേറ്റായി, പിന്നെ കണ്ണും മുടൊന്നും തെളിവില്ല, ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ കണ്ണിടുങ്ങിയിട്ട് ഉണ്ടാവുക. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും രാത്രി നേരത്തെ തീർക്കാമെന്നും വെച്ച് നമ്മൾ നേരത്തെ പണി തുടങ്ങിയിന്. പക്ഷേ വിചാരിച്ച പോലെ പൂവിടൽ തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, പുതിയൊരു സെറ്റപ്പ് ആക്കിയത് കൊണ്ട് കുറേ ലേറ്റായിപ്പോയി. അപ്പോൾ പൂടൽ വൈകി ഏതാണ്ട് മുക്കാൽ വാക്കാക്കിയിട്ട് നമ്മൾ പണി നിർത്തി കിടന്നുറങ്ങി. മമ്മി പറഞ്ഞ് ഞാൻ വേഗം കിടന്നുറങ്ങുമെന്ന്, എന്നെ രാവിലെ ഫോട്ടോ എടുത്ത് ഒരു കോണമില്ല, ചൈനക്കാരിനെ പോലെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് മമ്മി വേഗം പോയി കിടന്ന്. അപ്പം ഞാനും പോയി കിടന്നു. ഹായ്, ഹാപ്പി ഓണം. നമ്മളെ ഓണം അപ്പോൾ തുടങ്ങിയേ. ഇന്നലെ രാത്രി മുതലേ തുടങ്ങിയതിന് പൂടൽ പരിപാടി ഇന്നും രാവിലെ ആയിട്ടും പൂടൽ നടന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ ജാനു? ചെറിയ പൂക്കളാണ്, പക്ഷേങ്കിൽ മമ്മി ഇതാ കഠിനമായി പരിശ്രമിക്കുന്നുണ്ട്. ഇതാ ബാക്കിൽ നിന്നൊക്കെ കാണാൻ മമ്മിയും മക്കളും കൂടി കഠിന ശ്രമത്തിലാണ്. ജാനു കഠിന ശ്രമം നടത്തിയേ ഇന്നലെ? എന്നാ കഠിന ശ്രമം നടത്തിയേ? ഇന്നലെ ഫസ്റ്റ് ആട്ടം പൂവാക്കിയിട്ട് കുറച്ച് സമയമാക്കിയിട്ട് പോയി, പിന്നെ ഒശു പോയി, എന്നിട്ട് ഞാൻ കുറേ സമയമാക്കി. പൂവെല്ലാം മുറിച്ചിട്ട് എൻ്റെ മോൾ ഒറ്റക്കാന്നാന്ന് പറഞ്ഞായിരുന്നു അല്ലേ ജാനു? എൻ്റെ ഒപ്പം കയ്യും പോയി. അതിൻ്റെ പിന്നെ കയ്യും പോയാ കത്രയാണ് ഇവിടെ മുറിക്കുമ്പോൾ എൻ്റെ മോളെ കൈക്കും ചെറുങ്ങനെ മുറിഞ്ഞ്. അങ്ങനെ ജാനു അല്ലേ കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ കഷ്ടപ്പെട്ടതിൻ്റെ റിസൾട്ട് ഉണ്ടല്ലേ, അടിപൊളി പോയില്ലേ? വാ നമുക്ക് എന്നാൽ അങ്ങോട്ട് പോയി നോക്കാല, പൂടനെ നോക്കാല. മമ്മി വളരെയധികം വിദഗ്ധമായിട്ടാണ് ഇപ്രാവശ്യത്തെ പൂടല്ലേ. അത് നമ്മളെ പൂ ഇപ്രാവശ്യം ഉണ്ടല്ല, ഒരു പ്രത്യേകതരം പൂടലാണ്. ഞാൻ കാണിച്ചു തരാം. മമ്മി അച്ഛന് ഹായ് പറഞ്ഞ, ഹായ് അച്ഛന് ഹായ് പറഞ്ഞ മോളെ. അശ്വണിച്ചവാടാണ് ദേവ് ഹായ്. മമ്മി ഒരു ഹായ് പറഞ്ഞ. അപ്പോൾ പൂടൽ സമയം നമ്മൾ സ്ഥിരം സമയം തന്നെ 8:45 ലേറ്റായിട്ടാണ് പരിപാടി. മൊത്തം അലങ്കോലാണ്, ഒന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി പകുതി വരെ പോയിട്ട് ഇന്ന് ബാക്കി നടക്കുന്നുണ്ട്. പിന്നെ മമ്മി ഇന്നത്തെ പൂടലിന്റെ പ്രത്യേകത പറയണ്ടേ? ഇത് കണ്ടേ, നമ്മൾ പൂവുണ്ടേ നല്ല ഹൈറ്റിലായിട്ടില്ലേ. ശ്രുതി ഇന്നലെ പൂട് അങ്ങനെ കള്ളി പറഞ്ഞ് വട്ടം വരുമ്പോൾ ഞാൻ പറഞ്ഞു എടി ഇതെല്ലാം സ്ഥിരമുള്ളല്ലോ, നിങ്ങൾ വെറൈറ്റി ആക്കുന്നു. ഓളൂ എന്നാൽ പിന്നെ നിങ്ങൾ വെറൈറ്റി പറഞ്ഞാൽ. അപ്പം ഞാനത് ചെയ്താലേ വാ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഹൈറ്റ് വെച്ചല്ലേ ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ അതൊക്കെ. എൻ്റെ ഉള്ളിൽ നമ്മളെ ചകിരിച്ചോറില്ലേ, ചകിരിച്ചോറ് വെച്ചിട്ട് നല്ല ഏതാണ്ട് ഒരു 2 ഇഞ്ച് ഹൈറ്റിൽ, 2 ഇഞ്ച് മതിയോ, ഒരു 3 ഇഞ്ച് ഹൈറ്റിൽ പൊന്തിച്ച്, എൻ്റെ ഹൈറ്റ് പൊന്തിച്ച് അതിൻ്റെ മുകളിലാണ് പൂട്ടെ. ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം അങ്ങനെ ഒരു വെറൈറ്റി എടുക്കട്ട് നട്ട് ആ രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചകിരിച്ചോറിൻ്റെ മുകളിൽ, അതായത് ചകിരിച്ചോറ് നനച്ചതാണ്, അപ്പോൾ അതുകൊണ്ട് അവിടെ പറ്റി നിൽക്കും. അതിൻ്റെ മുകളിൽ പൂടുമ്പോഴത്തേക്ക് നല്ല പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയട്ടെ, നല്ല ഹൈറ്റിൽ വന്ന് സാധനം. അപ്പോൾ ഒരു മമ്മി പറയാ ഒരു 3D എഫക്റ്റ് ഉണ്ട്. അതെ മമ്മി? ദൂരത്ത് നോക്കുമ്പോൾ 3D എഫക്റ്റ് ഉണ്ട്, നോക്കാലോ. ഉണ്ടല്ലേ ചെറുങ്ങന സാധാ പൂക്കളാണ്, പക്ഷേ ഇതിനകത്ത് ഈ ഹൈറ്റാണ് ഇതിൻ്റെ വെറൈറ്റി. നോക്കിയിട്ട് ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് തന്നെ ഹൈറ്റ് ചെയ്തുകൊണ്ട് പൊന്തിച്ചിട്ടാണ് ഇതാക്കിയിട്ടില്ല. പക്ഷേ വീഡിയോയിൽ അത്ര എഫക്റ്റ് കിട്ടുന്നില്ല. എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായ പൂട്ടിലാക്കിയല്ലേ മമ്മി? അപ്പോൾ ഇന്നലെ പൂട്ട് തീർക്കണം, പിന്നെ ഇതെല്ലാം ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഉച്ചക്ക് മമ്മി സദ്യയുടെ പരിപാടി അല്ലേ, സദ്യ ഉണ്ടാക്കേണ്ട തിരക്കാണ്ട്. മമ്മി വന്ന് പപ്പയും നേടി പോണ്ട, എടുത്ത് തന്നെ നിൽക്കുക, സദ്യ ഉണ്ടാക്കൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് പോയെന്നാണ് മമ്മി പറഞ്ഞല്ലോ മമ്മി. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി. അതിനുശേഷം മമ്മി പോണ്ടേ, ഫെയറിനാ പോണ്ടേ. അപ്പോൾ കണ്ണൂരൊരു ഫെയർ ഉണ്ട്, ഓണായതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും. അപ്പോൾ ഫെയർ നോക്കിയിട്ടേ കയറുള്ളൂ. അവിടെ പോയി നോക്കും, കാർ പാർക്കിംഗ് ഉണ്ടെങ്കിൽ കയറും, പാർക്കിംഗ് ഇല്ലെങ്കിൽ അത്രയും തിരക്കാന്ന് മനസ്സിലാക്കുക, അതുകൊണ്ട് കയറൂല. അപ്പോൾ മക്കളെ കൂട്ടി ഫെയറിന് പോകാനാണ് പരിപാടി. ഞാനും പോയിട്ടില്ലെങ്കിൽ സെക്യൂർ പോവാ. അച്ഛനടിയാ പോണ്ടേ? അച്ഛനടിയാ പോണ്ടേ? ഇവിടെയും പോണ്ട. അതെ ദേവുണ്ടടി പോണ്ടേ? ഫെയർ അല്ലേ? അപ്പൊ മമ്മി അങ്ങനെ ആക്കല്ലേ? അപ്പൊ മമ്മീന്റെ കുക്കിംഗ് സ്പെഷ്യൽ എന്താണ്? കൂട്ടുകറി, പച്ചടി, പായസം, പിന്നെന്നാ
പപ്പടം ഇത്രയും ഇതൊക്കെയാണ് മമ്മീന്റെ ഇന്നത്തെ കലാപരിപാടികൾ. ഐറ്റംസ് ഒന്നും ആരും കൂട്ടൂല, അതുകൊണ്ടാക്കാം. മറ്റേ കാളൻ, മറ്റേ അവിയല്, മറ്റേന്നു പേരെല്ലാം കേൾക്കാൻ രസമാണ്. പക്ഷെങ്കിൽ ആരും കഴിക്കൊന്നുമില്ലല്ലോ മമ്മി. പിറ്റേന്ന് ഫ്രിഡ്ജിലെടുത്ത് വെക്കലാണ് മെയിൻ. ഫ്രിഡ്ജിലെടുത്ത് വെക്കും, എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ചാടും. എല്ലാരും കഴിക്കുന്ന സാധനം മാത്രമേ ആക്കുന്നുള്ളൂ. അപ്പൊ വിവിധങ്ങളായ ഭക്ഷണ പരിപാടികൾ മമ്മി ആക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് കൈപ്പുണ്യത്തിനെ കൊണ്ടുള്ള ഏറിയല്ല, ഓരോ ഐറ്റത്തിന്റെ മുകളിൽ കൈപ്പുണ്യം ചാടി തുടങ്ങി. അപ്പോ ഇന്ന് അങ്ങനെയൊക്കെയാണ് പരിപാടി. ഇന്ന് ഏതായാലും കുക്കിങ്ങിന് ഞാനും മമ്മീനെ സഹായിക്കാൻ ഇരിക്കുന്നത്. അപ്പോൾ വേഗം ഒരു 10 മണിയാകുമ്പോൾ തീരും പരിപാടി. അമ്പലത്തിൽ രാവിലെ പോകണമെന്ന് വെച്ചാൽ പിന്നെ പൂടലുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും നടക്കില്ല. പിന്നെ രാത്രി പൂടലാണ്. രാത്രി പൂടലും നടന്നിട്ടില്ലല്ലേ മമ്മി? അപ്പം നമ്മുടെ ഓണത്തിൻ്റെ പൂക്കളം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാ മമ്മീൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണിത്. മമ്മിയും മക്കളും പപ്പി എല്ലാവരും കൂടി ആക്കിയതാണ്. എന്താ വലിയ കുഴപ്പമില്ല, ഒരു വെറൈറ്റി. നേരിൽ കാണുമ്പോൾ ആ ഒരു ഹൈറ്റുള്ള ഒരു വെറൈറ്റി ഉണ്ട്, വേറൊന്നുമില്ല. ഞാൻ പൂ ഇഷ്ടമായിനാ നമുക്ക്? അച്ഛന് പൂ ഇഷ്ടമായിനാ? ഇല്ല, ഇഷ്ടമായിട്ടില്ല. ഈ പൂ കാണുമ്പോൾ തോന്നു പമ്പരം പോലെയുള്ള ജാനോട് എങ്ങനെ തോന്നിയ? ഏട്ടൻ പമ്പരാക്കുന്നുണ്ടാ? ശരി, നോക്കാലോ നമുക്ക്. അത് ശരി. ജാനു തോന്നിയത് കാണുമ്പോ സണ്ണിനെ പോലെ ഉണ്ടാ? ജാനൊന്നും തോന്നിയിട്ടില്ല. അച്ഛന് സണ്ണ് പോലെ പമ്പരം പോലെ തോന്നിയ. മമ്മി, മമ്മിക്ക് ഇത് എന്തെന്നാ വരച്ചത് ശരിക്കും? എന്നാ ഉദ്ദേശം വരച്ചതിന്റെ? അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലൊന്നുമില്ലല്ലോ. ഇതെന്തോ ശരിക്കും പറഞ്ഞാല് നക്ഷത്ര, ചക്ര, എന്തെന്നാ ഇത് ശരിക്ക്? ഏത്? ഓ, കാളവണ്ടിയുടെ രഥം. അതന്നെ, രഥത്തിന്റെ ചക്രം. അതാണ് നമ്മളെ ലാസ്റ്റ് ഉദ്ദേശിച്ചത്. അതുപോലെ ആയിട്ടുണ്ട്, കാണാൻ ഏതാണ്ട് അതുപോലെ ഉണ്ട്. ശരിക്കും കവി എന്താണ് ഉദ്ദേശിച്ചത്? ചുമ്മാ ബട്ടൺ വരച്ച് കുറച്ച് മൊനയെല്ലാം വരക്കുമ്പോഴത്തേക്ക് സംഗതി സെറ്റായി. എന്തായാലും ഇതിൽ നമ്മളെ പ്രൊജക്ഷൻ ഭയങ്കര സംഭവം അല്ലേ മമ്മി? അപ്പോൾ അകത്തുള്ള പൂക്കളം കംപ്ലീറ്റ് ആയേ. ഇനി നമ്മളെ ചേതിക്കൊരു പൂക്കളം വേണം, പിന്നെ മുറ്റത്ത് വേണേ. അപ്പോൾ ചേതിക്ക് നമ്മളെ ദേവൂട്ടനാണ് ഇടുന്നത്, മുറ്റത്ത് നമ്മളെ ജാഞ്ചൂട്ടിയാണ് ഇടുന്നത്. ജാഞ്ചൂട്ടി മൊബൈലിൽ നോക്കിയിട്ട് ഒരു ഗംഭീര കളാക്കിയിട്ടുണ്ട്. അപ്പം വലിയ കളായതുകൊണ്ട് പൂവുണ്ടോയെന്നൊരു സംശയമായിരുന്നു. അപ്പോൾ ഇന്നലെ ഇവർ കുറേ ചെടീൻ്റെ ചപ്പെല്ലാം കൊണ്ടുവന്നേ. അപ്പോൾ അതെല്ലാം മുറിച്ചിട്ട് കുറച്ച് പൂവെല്ലാം ഇട്ടിട്ട് ഫില്ലാക്കാന്നുള്ള പ്ലാനിൽ അങ്ങനെ ജാഞ്ചൂട്ടീൻ്റെ വലിയ പൂക്കളം അങ്ങനെ തന്നെ വരച്ച്. അപ്പോൾ നമ്മുടെ ജാഞ്ചൂട്ടീൻ്റെ അടിപൊളി പൂക്കളം റെഡി ആയിട്ടുണ്ട്. ഓളിത് കുറേ മറ്റേ കളറയിലെല്ലാം മുറിച്ചിട്ടിട്ട് അതിനെ കൊണ്ടല്ലോ ഏതാണ്ട് ഒപ്പിച്ചിട്ടുണ്ട്. കളം മുഴുവൻ ഫില്ലാക്കിയിട്ടുണ്ട്. ജാഞ്ചൂട്ടി വളരെയധികം ഹാപ്പി. പൂവെല്ലിട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ നല്ലൊരു മഴ കേട്ടോ, നല്ലൊരു സുന്ദരമായ മഴ. അതും ഒരു നല്ല വൈബാണ്. ആ ഓണത്തിൻ്റെ ദിവസം രാവിലെ നല്ലൊരു മഴ, ചെടികളെല്ലാം വെള്ളം നനഞ്ഞിട്ട് അങ്ങനെ ഒരു കാഴ്ച. ഇതാകുമ്പോഴത്തേക്ക് നമ്മളെ ദേവൂട്ടൻ്റെ കളവും പൂർത്തിയായിട്ടുണ്ട്. അവന് നടക്കേണ്ട ഏരിയ കുറവായതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറുത് വന്നിട്ട് ചെറുതാക്കി. ഇനി അപ്പോൾ ഉള്ളിലെ പൂ ഏതാണ്ട് ഇതുപോലെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ ഓണസദ്യയിലേക്കാണ് കിടക്കണ്ടേ. അപ്പം മമ്മി അടുക്കളയിൽ എന്തൊക്കെ ആക്കിയെന്നുള്ളത് ഇനി പോയി നോക്കേണ്ടതുണ്ട്. മമ്മി സദ്യയെല്ലാം എങ്ങനെ റെഡിയാക്കിയാ? ഗംഭീര സദ്യ എന്ന് തോന്നുന്നല്ലേ? മോശമില്ല. എന്തായാലും ഐറ്റംസ് കുറച്ച് കുറവുണ്ടല്ലേ? തിന്നുന്ന ഐറ്റംസ് മാത്രം ആക്കിയിട്ടുണ്ടല്ലേ? ആ നാടാണേലും ഉണ്ടാ? ഓ, നമ്മളെ എള്ളുലേഹ്യം. ഇതാണ്, ഇത് എള്ളുലേഹ്യം. നമ്മളെ അമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാണ് എള്ളുലേഹ്യം. പിന്നെ ശ്രുതിൻ്റെ സ്പെഷ്യൽ സാമ്പാർ. ഇത് പച്ചടി അല്ലേ മമ്മി? പച്ചടി, പിന്നെ വറവ്, പിന്നെ ഒരു കൂട്ടുകറി,
പിന്നെ അത്രയല്ലേ. അപ്പം മമ്മി എല്ലാം കൂടി കുഴച്ചും കടിക്കാല്ലേ? എന്നാൽ പിന്നെ സ്റ്റാർട്ടായിക്കോ. ഇത് എള്ളുണ്ടിയല്ലേ, ഇത് എള്ള് ലേഹി എന്ന് പറയും. അമ്മ മൊബൈലിൽ നോക്കിയിട്ടാക്കിയെന്നെ ഒരു ഉള്ളിലേഹി ആക്കിയിനി, പിന്നെ എള്ള് ലേഹി ആക്കിയിനി. ഉള്ളിലേഹി എന്ന് വെച്ചാൽ ഉള്ളിനെ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഇത് എള്ളും ബദാം, അണ്ടിപ്പരിപ്പ്, ശർക്കര അങ്ങനെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സാധനം കൂടി ഉണ്ടാക്കിയാണ്. ഇത് തിന്നാൻ നല്ല ഊർജ്ജം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്, നല്ല വൈറ്റമിൻസ് കൂടിയ ഒരു സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിന് ശേഷം നമ്മൾ കഴിക്കലുണ്ട്, മക്കൾക്കും കൊടുക്കലുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയണേ. ഞാൻ ഭക്ഷണം കുറച്ച് ലേറ്റായേ. എനിക്ക് പിന്നെ ഓണത്തിന് രാവിലെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓണത്തിന് അല്ലെങ്കിൽ വിഷുവിന് ഇതുപോലെ വെജിറ്റേറിയൻ ആക്കുക. നല്ല സാമ്പാർ, സദ്യ, ഇതാണ് നമ്മളെ മെയിൻ ഫുഡ്. അപ്പോൾ ഈ സാമ്പാർ സദ്യ കഴിക്കുമ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്. നിങ്ങൾ ശരിക്കും ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ നല്ല ഓരോ ഊതി, കൂട്ടുകറി, പപ്പടം, ചോറ്, കറി എല്ലാം കൂടി ഒരു ഊതി എടുത്തിട്ട് ഒരു ചെറിയൊരു ഉണ്ട പോലെ ആക്കിയിട്ട് അവിടെ സൈഡിലവിടെ വെക്കും. ഇത് പണ്ടപ്പോൾ ഞാൻ ചെയ്ത് ശീലിച്ചൊരു സംഭവമാണ്. അത് പിന്നെ ഇപ്പം ഇതുപോലെ സദ്യ കഴിക്കുമ്പോൾ ചെയ്യാൻ തോന്നുന്നുണ്ട്, അങ്ങനെ ചെയ്യും. അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മളെ ചുറ്റുപാടുള്ള ഉറുമ്പുകൾ, ജീവികൾ, കാക്കകൾ, അവർക്കെല്ലാം ഒരു ഭക്ഷണമാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ഇല ചാടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അതടക്കം ചാടുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു അംശം അതിനുകൂടി കിട്ടിയെന്നുള്ള ഒരു നല്ല കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യലുണ്ട്. നിങ്ങളാരെങ്കിലും ഇങ്ങനെ ചെയ്യലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഭക്ഷണം കഴിക്കൽ ഞാൻ പറഞ്ഞില്ല, നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന് നല്ല രുചിയാണ്. അപ്പോൾ സാമ്പാറും ചോറായതുകൊണ്ട് പിന്നെ പ്രത്യേകം പറയണ്ട. പിന്നെ സാമ്പാറിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ. സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെജിറ്റബിൾസും ഒരുപാട് കാര്യങ്ങളും മിക്സ് ആയിട്ടുള്ളൊരു സാധനമായതുകൊണ്ട് തന്നെ ഭയങ്കര ഔഷധമൂല്യമുള്ള സംഭവമാണ്. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. സ്ഥിരമായി സാമ്പാർ കഴിക്കുന്നവർക്ക് ക്യാൻസർ വരില്ല, അസുഖങ്ങൾ വരില്ല എന്നെല്ലാം ഏതെല്ലോ പ്രഭാഷണത്തിലോ അങ്ങനെ എന്തെല്ലോ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആയുർവേദ സംസാരത്തിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി വാസ്തവം അറിയില്ലെങ്കിലും ചിന്തിക്കുമ്പം എനിക്ക് തോന്നുന്നു വൈറ്റമിൻസ് ഒക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ് സാമ്പാർ എന്നുള്ളതിൽ ഒരു സംശയമില്ല. സ്ഥിരമായി സാമ്പാർ കഴിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളതിലും എനിക്കൊരു സംശയമില്ല. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു തിരുത്തലുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് എനിക്ക് പറഞ്ഞു തന്നാൽ വളരെ നല്ലത്. ഓക്കെ. അപ്പം നമ്മളെ ഓണസദ്യ കഴിഞ്ഞേ, ഇനി മക്കളെയും കുട്ടി ഒന്ന് വയലിൽ പോണല്ലേ മമ്മി? മക്കൾക്ക് വയലിൽ പോകുമ്പോൾ വലിയ താല്പര്യമായിട്ടൊന്നുമില്ല. ഇവ കുറച്ച് ഫോട്ടോഷൂട്ട് പോകണം, മറ്റേ അങ്ങോട്ടേക്ക് പോകും. ആന്നല്ലേ, ഞാൻ പിന്നെ വിചാരിച്ച ഓണല്ലേ, ഓണത്തിന് കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കുക, അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുള്ളൂ മക്കളെല്ലാം കൂടെ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ഫോട്ടോ ആണ്. നമ്മളൊരു ഫോട്ടോഷൂട്ടിനായിട്ടൊരു പോക്കല്ലേ മമ്മി? പോയി നോക്കട്ടെ, അവിടെ വയലിൽ നല്ല ലൊക്കേഷൻ ഉണ്ടോ ഒന്നും അറിയില്ല. കുറേ ആയി വയലെല്ലാം പോയിട്ട്. മക്കൾക്ക് പിന്നെ വയലിൽ കുറച്ച് മീനെല്ലാം കാണിച്ചു കൊടുക്കല്ലോ. വെള്ളവും മീനും വയലെല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, നല്ല വയലാണ്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോകണം. പിന്നെ മമ്മി വെറുതെ പറയാനുള്ള വന്നിട്ട് വേണം നമുക്ക് കണ്ണൂർ ഫെയറിന് എന്തായാലും ഇന്ന് പോകണം തന്നെ വിചാരിക്കുന്നത്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്താൽ നടക്കലില്ല. പക്ഷേങ്കിൽ ഇത് അല്ലേ, ഉറപ്പൊന്നുമില്ല, പോകാൻ പറ്റുമോ നോക്കുക. ബാ അച്ചു ബാ, പോണ്ടേ ബാ. അതെ, നമ്മുടെ നാട്ടിലെ വയൽ ചോയ്ച്ചേരി വയൽ എന്ന് പറയും. രാവിലെ നമ്മൾ ഓടാൻ പറ്റുന്ന സ്ഥലം കൂടിയാണ് ഇത്. അതുകൊണ്ട് മക്കൾക്കിടെ നല്ല പരിചയം നല്ല മമ്മി ഒരു പ്രാവശ്യം ഓടാൻ വന്നില്ലല്ലേടാ? അന്ന് വന്നിട്ട് മാക്സിമം മമ്മി നടന്നിനി, ഓടിയിട്ടില്ല. ആ, ഇടുന്നൊരു റീൽസ് ആക്കിയാ നമ്മള് ക്രിക്കറ്റ് കളിക്കുന്ന റീൽസ് അല്ലേ? ഏയ് മഴ പെയ്തില്ലേ, മഴ പെയ്തപ്പം പിന്നെ മൊത്തം കാട് പിടിച്ചില്ലേ. ശരിക്ക് ഇവിടെയെല്ലാം കാട് പിടിച്ച് വഴിയൊന്നുമില്ല. ഞാൻ ഓടാൻ വരുമ്പോൾ നല്ല വഴിയാണ്. ഞാനിപ്പോൾ ഇവിടെ കാടായണ്ട ഇലകൂടെ ഓടാത്ത, നേരെ അങ്ങ് ദൂരെ പോയിട്ട് ഓടല്. മക്കള് റിസ്ക് കളിയാന്നല്ല. എന്നാ അച്ഛ പറഞ്ഞേ, എന്നാ വീഴാനായ അച്ചു? മക്കളെ വാടാ, പശുവിനൊന്നും ആദ്യമായിട്ട് കാണുന്ന എന്നാണ്? ആദ്യമായിട്ടാ പശുവിനെ കടന്ന്? ഒന്ന് പോടി ബടായി, നടന്നോ.
അപ്പോൾ തൽക്കാലം മമ്മീൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്താ തൃപ്തിപ്പെടുമെന്ന് അറിയില്ല. എന്തൊക്കെ ഒന്നും കണ്ടിട്ടില്ല ഞാൻ. നോക്കട്ടെ ഭയ, ആദ്യം ഞാൻ ഇങ്ങോട്ടേക്ക് വരും. നോക്കാല്ല. എടുത്തത് മോശമൊന്നും വരില്ല. മമ്മിക്കൊന്നുമില്ല, ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ആണ് എടുത്ത് വെക്കണം. എന്നിട്ടോ കുറച്ച് മ്യൂസിക്കെല്ലാം ഇട്ടിട്ട് ഇൻസ്റ്റയിൽ ഇടക്കിടലെന്നോ അല്ലേ. ഇതാണ് മമ്മീൻ്റെ ആകെയുള്ള ഒരു ഹോബി. ആയിക്കോട്ടെ, ഞാനെടുത്തില്ല. എന്തായാലും മോശം വരാൻ ചാൻസ് ഇല്ല. എന്നെ കൊണ്ടാവുമ്പോൾ ഞാൻ എടുത്തില്ല മമ്മി. എന്താ അത് കാണാം നമുക്ക് ആരെടുത്തായിരിക്കും നല്ലത്. എടുത്ത് വേണം. മക്കളെ ഫോട്ടോസ് അധികം എടുത്തില്ലല്ലോ. മക്കളെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. മക്കളെ ഫോട്ടോസ് കുറച്ച് എടുക്കണം. പറ്റിയ സ്ഥലം എവിടെയാ നോക്കട്ടെ. വെള്ളത്തിലിറങ്ങാം നമുക്ക്. മമ്മി ഇറങ്ങാം. മക്കള് ആദ്യമായിട്ടാണ് ഈ വെള്ളത്തിൽ തോട്ടിലിറങ്ങുന്നത്. ജനിച്ചിട്ട് ഇതുവരെ ഇറങ്ങിയിട്ടൊന്നുമല്ലേ മമ്മി തോട്ടിൽ? നമ്മളെടുത്ത തോട്ടിലൊന്നും വന്നിട്ടില്ല മക്കള്. ചെറുതിൽ നമ്മളെല്ലാം സ്ഥിരമായി തോട്ടിൽ തന്നെയാണ്. നമ്മളെല്ലാം ചെറുതിലേ എടുത്ത തോട്ടിൽ വന്നിട്ട് കളിക്കും കേട്ടോ. ഇത് ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ കളിക്കൽ ഭയങ്കര ഇഷ്ടമാണ്. അച്ചുക്കുട്ടാ തലങ്ങി കുത്തി പോവാ വെള്ളത്തിൽ. എൻ്റെ കൈ പിടി. മതി പാപ്പൻ്റെ കൈ പിടി. വിളിച്ചു പോവാ. ഇല്ല അവിടെ വെള്ളത്തിൽ. അല്ല മമ്മിക്ക് പേടിയാവുന്നുണ്ടാ? അല്ല ഇത് മുട്ടുവരിയും ഇല്ല, അതുകൊണ്ട് പഠിക്കാനില്ല. ആ ഒഴുകി പോകുന്നുണ്ടാ? ഓയ് എൻ്റെ മോളെ പിടിക്കാ ജാനു. എൻ്റെ മോള് ഒഴുകിപ്പോയി പോവും. ബാ മമ്മി നടന്നോ. ഇത് നമ്മളെ ചോദിച്ചൊരു വയലല്ലേ, നല്ലൊരു പുൽമൈതാനമുണ്ട് ഇവിടെ. കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം അത്. ക്രിക്കറ്റ് ഫുട്ബോളും കളിക്കും. ഇപ്പം മഴയായതുകൊണ്ട് കളിക്കില്ലെന്ന് തോന്നുന്നു. നല്ല പച്ചപ്പല്ല മമ്മി. നല്ല അടിപൊളി സ്ഥലം കിട്ടിയല്ലേ ഫോട്ടോഷൂട്ടിന്. നല്ല കറക്റ്റ് വെയിലും എല്ലാം കൊണ്ട് അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ ഇവിടുന്ന് കുറേ ഫോട്ടോസ് കിട്ടീനെ. നല്ല നല്ല ഫോട്ടോ കിട്ടീനെന്നാണ് തോന്നുന്നത്. എന്തായാലും ഒരുപാട് ഫോട്ടോ എടുത്ത് കുറേ എടുത്താലാണ് അതിൻ്റെ അകത്ത് കുറച്ചെണ്ണെങ്കിലും ശരിയാവുക. നമ്മൾ പിന്നെ അത്ര പ്രൊഫഷണൽ അല്ലാത്തതുകൊണ്ട് ആവുമ്പോഴെല്ലാം എടുത്തിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. മമ്മിക്ക് ഇഷ്ടപ്പെട്ടിനി, മക്കൾക്ക് ഇഷ്ടപ്പെട്ടിനി, അത്ര തന്നെ. അപ്പോൾ നമുക്കിനി ഫെയറിലേക്കാണ് പോകണ്ടേ. മമ്മി ഇനി ഈ സ്ഥലത്തിനെ പറ്റി ഒന്നും പറയണ്ട. അടിപൊളി സ്ഥലം കേട്ടാ. പക്ഷെ കമ്പിലെല്ലാവർക്കും ഒന്നും ഈ സ്ഥലം അറിയുന്നുണ്ടാവില്ല. ഇല്ലല്ലേ. ഇത് ചോദിച്ചേരുവാനല്ലേ. നല്ല സുന്ദരമായ ഫോട്ടോഷൂട്ടെല്ലാം പറ്റിയ സ്ഥലം. പിന്നെ കുട്ടികള് ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമായത്. ഫോട്ടോഷൂട്ടെല്ലാം എടുക്കലുണ്ട്. നല്ല അടിപൊളിയല്ലേ. ദൂരത്തേക്കാ പോവുക ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. നമുക്ക് വിട്ടുവിടാ. ദേവാ വാ. മതി മതി വാ. അച്ചൂട്ടൻ മൊത്തം ചളിയിൽ മുങ്ങിയിട്ടുണ്ട് കേട്ടാ. ദേ അച്ചു കണ്ടിട്ട് കൊടുത്ത് ചളിയായിട്ട് കണ്ടിട്ട് ദേഷ്യം ചിരിക്കല്ല. എൻ്റെ നമുക്ക് സങ്കടം കൊടുത്ത് ചളിയാണ്ട്. അയ്യോ അച്ചു കാണിട്ട് മോളെ ഇങ്ങോട്ട് നോക്കിയാ കാണിട്ട്. എൻ്റെ മോക്ക് സങ്കടവും മമ്മി ഇങ്ങനെ കളിയാക്കല എൻ്റെ മോളെ. എടാ അങ്ങോട്ട് പോണ്ട. എടാ മോളെ വേണ്ട ചളിയാവും മോളെ. അടിക്കാൻ ഭ്രാന്ത് പിടിച്ചിട്ടില്ലേ. എടാ ഏട്ടാ വെറുതെ ചൂടാക്കല്ല. ഓ ഇല്ല പപ്പ ഒന്നിനും ഇല്ലപ്പാ. പപ്പ പാവ കളിയാക്കിയിട്ടില്ലല്ലോ. ഏട്ടനെ കളിയാക്കിയ. എടാ എൻ്റെ മോക്ക് നടക്കാൻ പറ്റണ്ടായി മമ്മി. ബാബാ മോള് പാപ്പ. എന്നിട്ട് വേണം പപ്പേൻ്റെ അകത്തോട് ചളിയാ. പപ്പ എടുക്കൂല. അപ്പോൾ കഴിഞ്ഞ് നമ്മളെ പരിപാടി. ഇതാദ്യം ഈ വെള്ളം കടന്നിട്ട് വേണം അപ്പുറം പോകണ്ടിട്ടേ. കുറച്ച് ഒഴുകുന്നൊരു വെള്ളമുണ്ട്. ചെറിയ ഒഴുക്കാണ്ട് പേടിക്കാനില്ല. നടക്ക. ഇതാ മമ്മി പോണ്ടേ എന്നാലേ നടക്കല്. പപ്പേനെ രക്ഷിക്കാൻ ആരും വരുന്നില്ല. ഓ ആരാ രക്ഷിക്കുന്ന ആൾക്കാർ ഇവിടെ. ഓക്കെ. ഓ
ഏട്ടാ അമ്മോ മതി 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 പപ്പ രക്ഷപ്പെട്ടില്ല പപ്പ വെള്ളത്തിൽ ഒഴുകിപ്പോയനെ. നമ്മളെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ താഴെയുള്ള നല്ലൊരു വയലായതാ. മുന്നേ ഇവിടെയൊക്കെ കൃഷിയായിരുന്നു, ഇപ്പം കാലിയായിട്ടാണ് കാണുന്നത്. തേങ്ങ പോവാ പറഞ്ഞുവിടാ. നല്ല ഭാഗ്യവും കാര്യമെല്ലാം കറക്റ്റായിട്ടുണ്ടെങ്കിൽ തലയ്ക്ക് തന്നെ വന്ന് പേടിക്കണ്ട. ജാനു വേടാ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ചൊരു സ്ഥലം കുറവാണേ. അവിടെ ഒരു ചെറിയൊരു പാലമുണ്ട്, കുറച്ച് വീതിയുള്ള. അപ്പോൾ അതിൻ്റെ സൈഡിലാണ് ഞാൻ തൽക്കാലം വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പം മക്കളെല്ലാം ചളിയിൽ പെരങ്ങിയിട്ടാണുള്ളത്. എൻ്റെ മമ്മി പറയാ അച്ഛനാ വണ്ടി കയറേണ്ട, മൊത്തം ചളിയാക്കും വണ്ടിയിൽ നിന്നും പറഞ്ഞിട്ട് ഒക്കെ ചെറുങ്ങനെ ദേഷ്യം വന്ന്. അപ്പോൾ എല്ലാവരും ഹാപ്പി തന്നെ. എന്തായാലും വയൽ കണ്ട് വയലെന്ന് പറയും ഓടിക്കളിച്ച് ചളിയിൽ കളിച്ച് എങ്ങനെ ജോറ്. അപ്പോൾ ഫോട്ടോ എടുപ്പെല്ലാം കഴിഞ്ഞേ പോകുന്ന ശരിക്കും ചോദിച്ചേരി വയലിൽ നമ്മളൊക്കെ എനിക്ക് വന്ന് നമ്മളെ 4ാം ക്ലാസ് 3ാം ക്ലാസ്സിൽ നമ്മൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് മുകളിലാണ് ചെറുക്കുന്ന സ്കൂൾ. അപ്പോൾ ആടെ ഞാൻ പഠിച്ചത്. അപ്പോൾ ആടെ നമ്മൾ 3ാം ക്ലാസ് 4ാം ക്ലാസ് സമയത്തെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ 4ാം ക്ലാസ് വരെ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടെല്ലാം വയൽ കാണുക വെച്ചാൽ വലിയൊരു അത്ഭുതമാണ്. അവിടുത്തെ മീനിനെല്ലാം കാണുകയെന്നെല്ലാം പറയുമ്പോൾ മീനിനെ പിടിക്കാൻ പറ്റുമെന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അങ്ങനെ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളെ മക്കളെല്ലാം വലിയ കുട്ടികളായി, അവരൊന്നും ഇതുവരെ വയലേ കണ്ടിട്ടില്ല. പിന്നെ ഒറ്റയ്ക്ക് നമ്മളുടെ ഇവിടെയില്ല. നമ്മൾ ആ സമയത്തെല്ലാം ചങ്ങായിമാരോട് ഒറ്റക്കെല്ലാം ഇങ്ങനെ ഇറങ്ങും നടക്കാൻ വേണ്ടിയിട്ടല്ലോ. എന്നാലും എന്തുകൊണ്ടാണ് നമ്മൾ വിടുന്നത് അതറിയില്ല കേട്ടാ. ഇന്നുള്ള മക്കളെ നമ്മളങ്ങനെ സത്യം പറഞ്ഞാൽ നമ്മളെ കൺവട്ടത്തിലുണ്ട് വേറെ വിടലില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോൾ നമ്മളൊരാശ്രയം വേണം. അവർക്ക് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് വേണ്ടെങ്കിലും തിരിഞ്ഞു നോക്കും. പപ്പയുണ്ടോ മമ്മയുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കും. ആ ഒരു അവസ്ഥയുണ്ട്. സ്വയം പര്യാപ്തത കുറയുന്നെന്നുള്ളതാണ് അതിൻ്റെ കാര്യമെങ്കിലും ചിലപ്പം കുറേ വലുതാകുമ്പോൾ നല്ല മെച്ചറാവുകയും ചെയ്യും, ഒന്നും പറഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയല്ലാതെ നമ്മളെ ചോദിച്ചേരി വയലിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളിനി ഇവിടുന്ന് വിടുന്നേ. മമ്മി റെഡിയാ? എന്നാൽ പിന്നെ വിട്ടുവിടേ. അപ്പോൾ അടുത്ത് നമ്മൾ ഫെയറിലേക്ക് തീരുമാനിച്ചല്ലേ? ആദ്യമായിട്ട് തീരുമാനിച്ചിട്ട് കാര്യം നടക്കുന്നുണ്ട്. നടക്കുമായിരിക്കുന്നല്ലേ? ബ്ലോക്ക് ആണെങ്കിൽ നമ്മളവിടെ ബ്ലോക്കാവും, ഇല്ലെങ്കിൽ നമ്മൾ ഫെയർ കയറും. ജാനു നമ്മളെ എന്നാ ഡയറി നമ്മളെ എന്നാ ഇത്? ഓ നമ്മളെ റൂൾസ് ബുക്സ്. ഓ സുധിത ഇന്ന് റൂൾസ് ബുക്സ് എടുത്തിട്ടാ വന്നത് കേട്ടാ. ഓള് ചെയ്ത് തന്നെ ചെയ്തല്ലേ അല്ലേ ജാനു? ആ എൻ്റെ മോള് ചെയ്തത് ചെയ്തല്ലേ? ആ നോക്കാല. ഏച്ചി തന്നെ ജയിക്കുക. ഏച്ചിയാന്ന് കൂടുതൽ മമ്മീനെ സഹായിക്കല് വൃത്തിയാക്കലല്ലേ ഏച്ചിയാ മുമ്പിൽ. നിന്നെക്കാട്ടിയും കൂടുതൽ ജാനു അല്ലേ? ഇതാടാ വലിയ സഹായം. ടി വി ഒക്കെ സഹായിച്ചതാ. എല്ലാം എടുത്താൽ പോന്നത്തെ സാധനല്ലേ സഹായിക്കുക. ഏടാ അതിനൊന്നും മാർക്കില്ല കേട്ടോ, അതിനൊന്നും മാർക്കില്ല. ഈ റൂൾസ് ബുക്സ് എന്ന് വെച്ചാൽ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. അതായത് മക്കൾ ചെയ്യുന്ന ഓരോ പണിയും എഴുതി വെക്കുക. അമ്മേനെ സഹായിക്കുന്നത്, അടിച്ചു വരുന്നത്, വൃത്തിയാക്കുന്നത്, പഠിക്കുന്നത്, അങ്ങനെയുള്ള എല്ലാ നല്ല കാര്യങ്ങളും എഴുതി വെക്കുക. എന്നിട്ട് ഓരോരാൾ ചെയ്തത് എഴുതിയിട്ട് ആരാണ് ഏറ്റവും കൂടുതൽ മമ്മീനെ സഹായിച്ച് ഏറ്റവും കൂടുതൽ പോയിൻ്റ് കിട്ടുന്നത് അവരാണ് ആ ആഴ്ചത്തെ ഫസ്റ്റ്. അവർക്ക് പ്രത്യേക സമ്മാനങ്ങൾ നമ്മൾ മാളിൽ പോകുമ്പോൾ വാങ്ങിക്കൊടുക്കുന്നുള്ളതല്ലാന്ന് നമ്മൾ മക്കളിലുണ്ടാക്കിയ റൂൾസ്. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് ഇത് എടുക്കലില്ലേ. അപ്പോൾ മോൾ ഇന്ന് ഓർമ്മിച്ചെടുത്തതാണ്. കാരണം ഓൾ ഒരുപാട് കാര്യങ്ങൾ മമ്മീനെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾക്ക് എന്തായാലും സമ്മാനം വാങ്ങണം. ഇന്ന് നമ്മളത് മാളിൽ കയറുന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് കൂടിയാണ് ഓൾ ഈ ഡയറി എടുത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ലേറ്റ് ആയതാ മമ്മീനെ കൊണ്ടാണ്. മമ്മി മൊബൈലിൽ ഫോട്ടോ എടുത്തതിനെ പിന്നെ ഇൻസ്റ്റയ്ക്ക് കയറ്റല്ലോ എഡിറ്റ് ചെയ്യലായിട്ട് ഇതാ നമ്മളിപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഇനി ആടെ എത്തിയ പാടെ ഇറങ്ങേണ്ടി വരും. മാത്രമല്ല ലേറ്റായിട്ട് ഇങ്ങനത്തെ ലേറ്റോ 10 മണിയായിട്ട് ആവും. അങ്ങനെ ലേറ്റാകുന്ന പരിപാടിക്ക് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഓണമായോണ്ട് ഓണത്തിനുള്ള ശരിക്കും ഉണ്ടാവുക. അത്യാവശ്യം ചുറ്റിക്കിറങ്ങുക. എന്നിട്ടോ നല്ല കൂളായിട്ട് വന്നിട്ട് ക്ഷീണമൊന്നുമില്ലാണ്ട് നല്ല ഉറക്കം ഉറങ്ങുക. എന്നിട്ട് നാളെ നല്ല ഒരു എണീക്കൽ. ഇതാണ് ഓണത്തിന് ശരിയായിട്ട് വേണ്ടത്. വെറുതെ കഷ്ടപ്പെട്ടാകെ ക്ഷീണാവ് ചെയ്യുക. നടക്ക് കയറി കയറി. നമ്മള് ഫെയറിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പപ്പേടിയുണ്ട്, അപ്പൊ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. രണ്ടാളും മാച്ച് ഡ്രസ് ഇട്ടല്ലേ? മാച്ച് ഡ്രസ്സാണ് കേട്ടോ. നമ്മൾ അന്നേ വാങ്ങിയിട്ട് എനിക്കൊന്ന് 1 മാസം ആയെന്നോ അല്ലേ? 1 മാസമായി. 1 മാസത്തിന് മുകളിലായിട്ടുണ്ടാവും. അപ്പൊ ഏതായാലും ഓണത്തിന് ഇടാനാണ് യോഗം.
പപ്പന്റെ ഹാഫ് കൈ ആക്കി മുറിച്ചിട്ട് കൈ അങ്ങനെ തന്നെയുണ്ട്. എനിക്ക് ഫുൾ കൈ ആങ്സൈറ്റി, ആകെ ശ്വാസം മുട്ടും പോലെയാവും. ഇവക്കോ പ്രശ്നമുണ്ട്. എനിക്ക് എക്സ്ട്രാ വേറൊരു ഡ്രസ് എടുത്തിട്ടാ വന്നിട്ടുള്ളത്. ഒരു സേഫ്റ്റിക്ക് ഞാനൊരു ഡ്രസ് എടുത്തിന്. ചൂട് വരുമ്പല്ലേ ആകെ ഒരു ആങ്സൈറ്റിന്റെ പ്രശ്നമുണ്ട്. അമ്മച്ചാ ഫാറിന്റെ ഉള്ളില് ഓരോരിക്ക AC ഒന്നും ഉണ്ടാവലൊന്നും ഇല്ല. അതാണ് പ്രശ്നം. AC എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്റെ അപ്സരക്കുട്ടി വന്നിട്ടുണ്ട്. അപ്സരക്കുട്ടി എത്രയല്ല പഠിക്കുന്ന പറഞ്ഞെടുത്തെ? UKG പഠിക്കുന്നത്. ഇപ്രാവശ്യം ഡ്രോയിങ് കോമ്പറ്റീഷന് അപ്പൂനാണ് ഫസ്റ്റ് കിട്ടിയത് അല്ലേ? ആർക്കാ സെക്കൻഡ്? ആ സമ്മാനം എല്ലാം കൊടുത്തു പോലോ. മിസ് ഫോട്ടോ ഇട്ടിനി. അന്ന് മോള് ലീവായിരുന്നേ, അതുകൊണ്ട് മോക്ക് സമ്മാനം കിട്ടിയില്ല. ഇനി സ്കൂള് തുറന്നിട്ടാകുമ്പോ മോക്ക് കൊടുക്കും അല്ലേ? ആ മിസ് പറഞ്ഞു സ്കൂള് തുറന്നിട്ട് അപ്പൂന് കൊടുക്കാതെ. ഓള് 2 എക്സാം എഴുതിയിട്ടില്ല. ഇനി എന്റെ കല്യാണം ആയതുകൊണ്ട് ഓള് പോയിട്ടുണ്ടായിട്ടില്ല സ്കൂളിൽ. ഓള് 2 എക്സാമും ബാക്കിയുണ്ട്. അത് കഴിഞ്ഞിട്ട് കിട്ടും കേട്ടോ സമ്മാനം. മിസ്സിനോട് പറയാം മോക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ നമ്മളെത്താനായാ? ഇപ്രാവശ്യം ഫെയറിന് സ്നോ വേൾഡാ മറ്റേ ഉള്ളത്. പക്ഷെ സ്നോ ഒന്നും ഇല്ലാന്നാണ് പോയവരെല്ലാം പറഞ്ഞത്. അത് ഇതായിരിക്കും പഞ്ഞി പോലത്തെ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് നല്ല വെള്ള കളറാക്കിയായിരിക്കും. അങ്ങനെ എന്തോ ആണ് സംഭവം. എങ്ങനെയുണ്ടെന്ന് നമുക്ക് പോയിട്ടാകുമ്പോ അറിയാം. എല്ലാ പ്രാവശ്യം ഓരോന്നാക്കി ആളെ പറ്റിക്കല് ഓരോന്ന്. പക്ഷേങ്കിൽ ഇവിടെ വേറെ ഒന്നും കാണാനില്ലാത്തോണ്ട് എല്ലാവരും പോകും ഫെയറിന്. കണ്ണൂര് ഒരു ഫെയർ വന്നാല് എനക്കൊന്ന് ഈ കണ്ണൂർ ജില്ലയിലുള്ള മൊത്തം ആൾക്കാർ അവിടെ പോകും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ആ ടിക്കറ്റ് എത്ര പൈസ ആയാലും ആൾക്കാർ എന്തായാലും പോവില്ല അങ്ങോട്ടേക്ക്. പ്രത്യേകിച്ച് വേറെ ഒന്നും കണ്ണൂര് കാണാനില്ലാത്തോണ്ട് കണ്ടവരെല്ലാം പിന്നെ ഫെയറിന് പോകും. പിന്നെ ഓണത്തിനെല്ലാം എല്ലാവർക്കും എവിടെയെങ്കിലും പോകണ്ടേ, അതുകൊണ്ട് നമ്മളും പോന്നല്ലേ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ മറ്റേ വെള്ളത്തിന്റെ അല്ലേ? അണ്ടർ വാട്ടർ ആയിട്ടാണല്ലോ മറ്റുണ്ടായി അല്ലേ? വെള്ളത്തിന്റെ അടിയിൽ മറ്റേ മീൻ, വെള്ളത്തിന്റെ അടിയിൽ കടലിന്റെ അടിയിൽ മീനെ കാണും പോലെ തുരങ്കത്തിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുള്ള സംഭവം ഉണ്ടായേ. അതും ഒരു സൈഡ് പോകുള്ള തന്നെയാണ് അപ്പുറത്തെ സൈഡും കാണുന്നത്. ഇപ്പുറത്തൊന്നും കാണാം അപ്പുറത്തൊന്നും കാണാം, അത്രേ ഉള്ളൂ. പക്ഷെ അത് കാണാൻ രസമുണ്ടല്ലേ, കുട്ടിയൊക്കെല്ലാം അത് ഇഷ്ടപ്പെട്ടില്ലേ. നല്ല വലിയ മീനല്ലായിട്ട് എനിക്കൊന്ന് അത് വലിയ മോശമല്ല, പോയിട്ട് മുതലങ്ങനെ. അതിന് മുമ്പ് ഉണ്ടായില്ല, എനിക്ക് ഓർമ്മയുണ്ട് മറ്റേ അന്തർവാഹിനി കപ്പൽ അങ്ങനത്തെ ഒരു സംഗതി അല്ല ടൈറ്റാനിക്കിന്റെ ഉള്ളില് അങ്ങനത്തെ അല്ലേ? ടൈറ്റാനിക്കിന്റെ ഉള്ളിലാക്കി. പക്ഷെ അതൊന്നും ഒരു സുഖമില്ല, മൊത്തം ഫ്ലക്സ് അടിച്ചിട്ട് അതിന്റെ മുകളിൽ പിക്ചർ ആക്കിയിട്ട്. പക്ഷെ അത് ഫോട്ടോഷൂട്ടിന് മാത്രമുള്ളത് പോലെയാണ്. പക്ഷെ അവിടെ ഫോട്ടോ എടുത്തിട്ടും വലിയ ക്ലാരിറ്റി ഒന്നും അടുത്ത ലൈറ്റിനൊന്നും വലിയ എന്തായാലും മനസ്സിലാവും ഫോട്ടോ എടുക്കുമ്പോ. ചിത്രം വരച്ച പോലെ തന്നെ ഇങ്ങനെ കാണും. അത് വലിയ നിലവാരമില്ല. നമ്മള് കണ്ണൂരെത്തിയ നമ്മളിപ്പോ സിഗ്നലിലുള്ള നമ്മള് വിചാരിച്ച് ഭയങ്കര തിരക്കായിരിക്കുന്നല്ലേ മമ്മി? മൊത്തം ബ്ലോക്ക് ആയിരിക്കുന്ന വെച്ചത്. വണ്ടിയിലൊന്നുമില്ല, അടുപ്പിക്കാൻ കഴിയില്ലാന്ന് വെച്ചാ നോക്കുമ്പോ വണ്ടിയൊന്നും ഇല്ലല്ലോ. വണ്ടികളൊക്കെ കുറവാണ്, നല്ല കുറവാണ്. എനിക്കൊന്ന് ഞായറാഴ്ചയാണ്, പിന്നെ ഓണമായതുകൊണ്ട് ഷോപ്പ് കംപ്ലീറ്റ് ലീവ് തന്നെ. ഷോപ്പൊന്നും തുറന്നിട്ടാണ്. ഇപ്പോ ഫെയറിനടുക്ക് എങ്ങനെയാന്ന് പറയാൻ കഴിയില്ലല്ലോ മമ്മി. അതുകൊണ്ട് ഫെയറിനും തിരക്ക് കുറവായിരിക്കും. തിരക്ക് കുറവായ നല്ലതിനല്ലേ? തിരക്ക് കുറവായ സന്തോഷം. എനിക്ക് വന്ന് ഒരു വക ആൾക്കാരിലുണ്ടല്ലോ ഓണത്തിന് മുമ്പേ പോയിട്ടുണ്ടോ, അതായത് ഓണത്തിന് തിരക്കാതെ പിന്നെ ഓണത്തിന്റെ ബന്ധു വീട്ടിലെല്ലാം പോകണ്ടാവില്ല. അപ്പൊ ഒരുപാട് ആളെല്ലാം ഓണത്തിന് മുമ്പ് ഫെയറിന് പോയിട്ടുണ്ടാകും നടക്കുന്നത്. അതുകൊണ്ടാണ് തുടങ്ങിയിട്ട് കുറേ ആയി തോന്നുന്നല്ലേ? കുറച്ചായില്ല, ഒരു മാസം മുമ്പ് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഒട്ടുമിക്ക എല്ലാരും പോയി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മളായിരിക്കും ലാസ്റ്റ്, മിക്കവാറും നമ്മളെ ലാസ്റ്റ് ഉണ്ടാവും. നമ്മളെത്താനില്ല. സ്നോലാൻഡ് എക്സ്പോ അല്ലേ? സംഗതി ഫുൾ മഞ്ഞായിരിക്കുന്നു വിചാരിക്കുന്നേ. ഇനി അവിടെ എത്തിയിട്ട് അറിയാം എന്താണ് കഥ എന്നുള്ളത്. തിരക്കാന്ന് തോന്നുന്നില്ല. ഇവിടെ പാർക്കിംഗ് അല്ലേ ഫുൾ? അങ്ങോട്ട് എടുത്തേ, പാർക്കിംഗ് എടുത്തട്ടെ. പാർക്കിംഗ് ഫുള്ള് ബെസ്റ്റ്. ടൗണിലെ ആളാണ്ട് ഉണ്ട് കേട്ടാ. ഇവിടെ ഫുള്ളാണ്, ഹൗസ് ഫുള്ള്. വണ്ടി കയറ്റാൻ സ്ഥലമില്ല, അത്രക്ക് തിരക്കുണ്ട്. ഫെയർ ക്യാൻസൽ ആക്കുന്ന മമ്മിയെന്നല്ലേ? ഫെയർ ക്യാൻസൽ ആക്കാം. നമുക്ക് നേരെ ഇവിടത്തേക്ക് വിട്ടാ പോരാ? സെക്യൂരിറ്റി പോയാ പോരാ? ഫെയറിലെ തിരക്കെല്ലാം കണ്ട് ക്യാൻസലാക്കാന്ന് വെച്ചാൽ
അപ്പോൾ യാദൃശ്ചികമായിട്ട് നമുക്കൊരു ചെറിയൊരു പാർക്കിംഗ് കിട്ടി. അതുകൊണ്ട് പാർക്കിങ്ങിൽ വെച്ച് നേരെ നമ്മൾ ഫെയറിലേക്ക് തന്നെ വിട്ട്. നമ്മളെവിടെ എത്തിയ പക്ഷേ ഇവിടെ പാർക്കിംഗ് ഉണ്ടായില്ല നമ്മൾ വരുന്ന സമയത്ത്. ഞാൻ വിചാരിച്ച് കയറണ വെച്ചാണ്. പിന്നെ മമ്മിക്ക് ഭയങ്കര ആഗ്രഹം കയറണം. നല്ല മമ്മി എനിക്കത് ഇവിടെ മാത്രമേ ഇത്ര തിരക്കുള്ളേ. ബാക്കി കണ്ണൂർ ടൗണിൽ അല്ലേ വരുന്ന വഴിക്കൊന്നും എവിടെയും വല്ല ട്രാഫിക് ജാമില്ല, വണ്ടികൾ കുറവ്, ഷോപ്പില്ല, ആളെ ഇല്ല. എല്ലാവരും എനിക്ക് വന്ന് ഇവിടത്തേക്കാണ് വന്നിട്ടുള്ള. മിക്കവാറും ഉച്ചക്ക് സദ്യ കഴിച്ച് ബോധം കെട്ടവർക്കല്ല കൂടുതൽ ആൾക്കാർ. നല്ലൊരു ഉറക്ക്. നമുക്കിത് മുൻകൂട്ടി അറിയുന്നുണ്ട്. ഇന്ന് അത്ര അധികം ഭക്ഷണം കഴിച്ചില്ലല്ലോ അമ്മേ. അപ്പോൾ ഇവിടെ ഫുൾ കളർഫുള്ളാണ് സംഗതി. നല്ല വൈറ്റ് സ്നോ മറ്റുള്ള ഐറ്റാ ഞാൻ കാണിച്ചു തരാമല്ലോ. അതിൻ്റെ ഇടയിൽ ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയേ. കാറിലായി പോയ പേഴ്സ്. അപ്പോൾ ടിക്കറ്റ് അത് എടുക്കണമല്ല. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് വരുമ്പോൾ ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ സമാധാനമായി. ഞാൻ വെച്ച് പൈസ മാത്രമേ എടുക്കുള്ളൂ എന്നൊരു ഡൗട്ട് ഉണ്ടായിനി. ആ പ്രശ്നം സോൾവായി. അപ്പോൾ ടിക്കറ്റ് എടുത്ത് മമ്മീനെയും മക്കളെ അവിടെ വാതിൽക്കാട് നിർത്തി തന്നെയായിരുന്നു. നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ കളർഫുള്ളാണ്. എന്താ നോക്കിയിട്ട് നമ്മളെ ഈ സൈബീരിയൻ കടുവയോ അങ്ങനെ എന്തോ പറയുന്നൊരു സംഭവമില്ലേ, ഈ മഞ്ഞിലൊക്കെയുള്ള. അപ്പോൾ ഏതാണ്ട് ആ ഒരു സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. മുഴുവൻ മഞ്ഞ്, പിന്നെ കയറുന്നെടുക്കുക നല്ല ബ്ലൂ ലൈറ്റ്, കളർഫുള്ളായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഈ ഉള്ളിൽ മിക്കവാറും മഞ്ഞ് പരിപാടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഏതായാലും എല്ലാവരും നല്ല താല്പര്യത്തിലാണ് ഉള്ളത്. മക്കളും പ്രത്യേകിച്ച് നല്ല താല്പര്യത്തിലാണ് ഉള്ളത്. കാരണം ഇവരെ വിചാരം ഐസ് എന്നാണ് ഇവർ വിചാരം. ഐസ് എന്തായാലും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. ഈ കയറിയ പാട് സ്ഥിരമുള്ള പരിപാടിയാണ്. സെൽഫി എടുക്കാനും ഫോട്ടോസ് എടുക്കാനും സൈഡിൽ ഇങ്ങനെ ഫ്ലക്സ് വെച്ചിട്ട്. പക്ഷേ എനിക്കൊന്നും ഇതൊന്നും വലിയ ക്ലാരിറ്റി ഇല്ല. അതിനകത്തുള്ള ലൈറ്റ് കാര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ ഫോട്ടോ എടുക്കില്ല. കാരണം ഫോട്ടോ എടുത്താൽ ആ ഒരു എഫക്റ്റ് ഇല്ല. നമുക്കൊരു ഒറിജിനാലിറ്റി ഉണ്ട്. ആ ഒരു സാധനം എന്തായാലും കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഫോട്ടോ എടുക്കലില്ല. മുന്നേ 3Dൻ്റെതൊക്കെ ചുമറ്റിൽ വെക്കലുണ്ട്. അതിലൊക്കെ എടുക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം ഫ്ലക്സ് എടുക്കുന്നിട്ട് വെറുതെ ഫോട്ടോ എടുത്ത പോലെ. ഇതാ നമ്മളതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പോകുന്നത്. ശരിക്കും ഒരു തുരങ്കം പോലെ തന്നെയാണ് ഉള്ളിലേക്ക്. ഇതാ കാണുന്നില്ല, മൊത്തം മഞ്ഞ് പോലെയാണ് സംഗതി. മഞ്ഞല്ല, സിമെൻറ്റും അങ്ങനെയുള്ള സംഗതിയാണ്. നിലത്ത് ഉള്ളത് തെർമോക്കോളാണ്. തെർമോക്കോളിൻ്റെ ചെറിയ ബോള് അത് നമ്മളെ മഞ്ഞ് പോലെ സങ്കല്പിക്കാൻ വേണ്ടിയിട്ട് അത്രയേ ഉള്ളൂ. ഫോട്ടോയിൽ കാണുമ്പോൾ എല്ലാവരും മഞ്ഞ് പോലത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവും. പിന്നെ AC നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് ഒരാശ്വാസമുണ്ട്. കാരണം ഒരു തണുപ്പ് നമ്മളെ മഞ്ഞുള്ള ഒരു സ്ഥലത്ത് പോയതിൻ്റെ ചെറിയൊരു ഫീലിങ്. പിന്നെ ആൾക്കാർ തിരക്കുള്ളതുകൊണ്ട് അങ്ങനെ AC-ൻ്റെ തണുപ്പ് കിട്ടുന്നില്ല. ഇതാണ് ഇവിടുത്തെ മഞ്ഞ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഗതി പഞ്ഞിയാണ്. പഞ്ഞി ഇങ്ങനെ അടിയിലെല്ലാം കെട്ടി വെച്ചിനി. പിന്നെ കുറേ തുള്ളിയിലാക്കിനി. കുറേ സിമെൻറ്റിനെ കൊണ്ടെന്തല്ലോ വൈറ്റെല്ലാം ഇട്ടിട്ട് സംഗതിയാക്കിനി. എന്തായാലും ഫോട്ടോ എടുക്കാൻ വേണ്ടിയും പിന്നെ കാണുമ്പോൾ നമുക്ക് ഇതുപോലുള്ള മഞ്ഞുള്ള സ്ഥലത്ത് പോയ ഒരനുഭൂതി എന്തായാലും ഉണ്ട്. ഇത് തണുപ്പുള്ള സ്ഥലത്ത് ആൾക്കാർ താമസിക്കുന്ന ഒരു തരം സംഗതിയാണ്. മോളാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരെന്ന് ഇഗ്ലൂ അങ്ങനെ എന്തോ എന്നാണ് മോള് പറഞ്ഞത്. ഞാൻ മുമ്പെപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ മറന്നുപോയി. മോള് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിൻ്റെ ഓർമ്മ വന്നേ. അപ്പോൾ കണ്ട കൗതുകത്തിൽ ഇതാ മക്കളെല്ലാം അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവർക്കിത് ഭയങ്കര രസമായിട്ടുണ്ട്. അതിൻ്റെക്ക് മക്കളിതാ മഞ്ഞ് നിലത്തുനിന്ന് വാരിച്ചാടുന്നത് നമ്മളെ തെർമോക്കോള്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നല്ല രസം. അതിൻ്റെ ഉള്ള കളർ സെറ്റപ്പിൽ നല്ല സെറ്റപ്പാണ്. ഫോട്ടോ എടുത്തപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ട്. വീഡിയോയും നല്ല ക്ലാരിറ്റി ഉണ്ട്. അതിൻ്റെക്ക് മുകളിൽ ഇതിനെ കണ്ട് പേടിച്ചു പോയി. സൈഡിൽ കണ്ടൊരു എന്തോ എന്ന ചെന്നായിനെ പോലത്തെ എന്തോ ഒരു സാധനം അതിനെ കണ്ട് പേടിച്ചിട്ട് ദൂരേക്ക് അങ്ങ് ഓടിക്കലോട്ടു. അപ്പോൾ ഇത് ഒരു നല്ലൊരു രസമുള്ള സംഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇവിടെ ഇതുപോലത്തെ കുറച്ച് ജീവികളൊക്കെ ഉണ്ട്. അതിൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും ഫോട്ടോസെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ മമ്മിക്കും മക്കൾക്കും വേറൊരു സാധനം കൂടി കിട്ടി. ഇതാ അതിൻ്റെ ഉള്ളിൽ കണ്ട മറ്റേ ഹിഗ്ലു മോള് പറഞ്ഞ സാധനം. ഇതൊരു സുന്ദരിയായ ചൈനക്കാരി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വന്ന് അപ്പടുത്ത നമ്മളെ മക്കളല്ലോ പാഞ്ഞും കയറി. അവർക്ക് ഇങ്ങനത്തെ ഉള്ളിൽ കയറിയിട്ട് മറ്റേ വീടാക്കിയിട്ട് ചോറും കൂട്ടാൻ കളിക്കുന്ന സന്തോഷമാണ് അവർക്ക്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങുന്നില്ല, വിളിച്ചിട്ടൊന്നും ഇതാക്കണ്ട അടക്കൂടി.
അപ്പോൾ മമ്മിക്കും പിന്നെ ഭയങ്കര പൂതി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കണം. ആ ചൈനക്കാരി ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടപ്പോൾ മമ്മിക്കും ഒരു പൂതി. അതിൻ്റെ ഉള്ളിൽ കയറി ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വെളുപ്പുണ്ട്, നിറമുണ്ട് നല്ല തോന്നിയിട്ടാന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ഫോട്ടോ എടുത്ത്, പിന്നെ ഇതാ നമ്മളെ പുലി, വലിയ പല്ലുള്ള പുലി, അതിൻ്റെ അടുക്ക് നിന്നിട്ടും കുറച്ച് ഫോട്ടോ എടുത്ത്. അവിടെ നല്ല തിരക്കായിരുന്നു, ആൾക്കാർ എന്താ പറയുക, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ ഭയങ്കര തിരക്ക്. അപ്പം നമ്മൾ കുറേ ദൂരം നടന്ന് ഏതാണ്ട് ഇതിൻ്റെ എൻഡിലെത്തിയെന്ന് തോന്നുന്നു. കാരണം ഇവിടെയാണ് കുറച്ചധികം സെറ്റപ്പുള്ള, കുറച്ച് വെള്ളം ഒഴുകുന്നതും ഇതുപോലെ വലിയ മുതലയും അങ്ങനെ ഫോട്ടോ എടുക്കേണ്ട കുറച്ച് സ്ഥലം ഇടിയുണ്ടേ. നല്ല രസമുണ്ട് കാണാൻ, വലിയ കുഴപ്പമൊന്നുമില്ല, കുറ്റം പറഞ്ഞൂടെ, നല്ല അടിപൊളിയാണ്, ഫോട്ടോ എടുക്കാനുള്ള നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളെ മഞ്ഞിൻ്റെ പരിപാടി ഏതാണ്ട് തീരാനായ അല്ലേ മമ്മേ? സംഗതി മഞ്ഞൊന്നല്ല, ഇവിടെ ഇപ്പോൾ വന്ന് പഞ്ഞെല്ലാം വെച്ച് കെട്ടിയിട്ടുള്ളത്. ശരിക്കും നമ്മളെ പുല്ലുമുട്ടായി അല്ലേ, പുല്ലുമുട്ടായി കെട്ടി വെച്ച പോലുണ്ട് സാധനം. പിന്നെ കുറേ വൈറ്റ് കളർ സിമെൻറ്റ് അങ്ങനെ ആക്കിയത്. പിന്നെ ഇതുപോലെ നല്ല വലിയ പ്രതിമയുണ്ട്. പിന്നെ ഈ മഞ്ഞിൽ കാണുന്ന വലിയ ജീവികളുണ്ട്. പിന്നെന്താണ് മറ്റേ സാധനം നീർനായ, വലിയ പല്ലുള്ള നീർനായ, അങ്ങനെ ഉണ്ടല്ലോ. എന്തായാലും കുട്ടിയെ കാണാനുണ്ടല്ലേ, കാണാനുണ്ടെന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. സംഗതി അടിപൊളിയാട്ടോ, കണ്ണിന് കുളിർമയിരിക്കുന്ന കാഴ്ചകൾ. പക്ഷെ നല്ല പൊടിയുണ്ടല്ലേ ഇവിടെ, ഭയങ്കര പൊടിശല്യം ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ മക്കൾക്കെല്ലാം ജലദോഷം വരുമോ എൻ്റെ പേടി, ശ്വാസം മുട്ടലോ അതാ. ആ തണുപ്പില്ല അല്ലേ, നല്ല തണുപ്പുണ്ടെങ്കിൽ അടിപൊളിയായാലും. ഏതായാലും നമ്മളെന്നാലും ഇവിടുന്ന് നല്ല ഇറങ്ങേണ്ട സംഭവമായി അല്ലേ മമ്മി? ഞാൻ ഓക്കെല്ല, ഇവിടെ അധികം നിന്നൂടാ, അതെന്താ നാളത്തേക്ക് ജലദോഷം എന്നുള്ള കാര്യം ഉറപ്പായിരിക്കും, അത്രയൊക്കെ പൊടിയുണ്ട്. ഇതാ മമ്മിക്ക് ഇങ്ങനത്തെ ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഫോട്ടോ എടുക്കണം. പിന്നെ നല്ല രസമുണ്ട്. മമ്മി നല്ല ചുവപ്പ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇതിൻ്റെ വൈറ്റിൻ്റെ ഇടയിൽ വരുമ്പോൾ ഫോട്ടോ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഒരുപാട് ഫോട്ടോസ് എടുത്ത് മമ്മിക്ക് നല്ല സന്തോഷമായി. രക്ഷയില്ല അല്ല മമ്മി, പൊടീനെ കൊണ്ടുള്ള കളിയാണ് ഇത്. പെരുന്നാക്കെല്ലാം നല്ല അലർജി ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാണ്ടിരിക്കുന്നതല്ല, നല്ല ശ്വാസകോശ സംബന്ധമായിട്ടൊന്നും പ്രശ്നമുള്ളവർ തീരെ വരണ്ട ഇങ്ങോട്ടേക്ക്, അത്രപ്പാട് പൊടിയുണ്ട്. അങ്ങനെ ഉള്ളു കേട്ടാ. അപ്പോൾ ഇവിടുത്തെ കാര്യപ്പെട്ട പരിപാടി കഴിഞ്ഞ് ഈ സ്നോവും പരിപാടിയാണ് ഇവിടുത്തെ മെയിന്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പണ്ടത്തെ പോലെ തന്നെ മറ്റേ ചട്ടി, തുണി, ബെഡ്ഷീറ്റ്, മറ്റേ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മറ്റു സാധനങ്ങൾ, കത്തി, ചോപ്പ്, ചീപ്പ്, ഇങ്ങനെയുള്ള സംഗതിയായിട്ടുള്ള തിരക്ക് തന്നെ എല്ലാ പ്രാവശ്യം ഇതാകാണ്. പിന്നെ ഇതെല്ലാം ഒരുപാട് പ്രാവശ്യം വാങ്ങിയോണ്ട് തന്നെ ഒന്നും വാങ്ങാനൊന്നുമില്ല, എല്ലാം ഇങ്ങനെ നോക്കിക്കണ്ട്. പിന്നെ നല്ല തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ എന്ന് വെച്ചാൽ AC ഇല്ല, നല്ല ചൂടുമാണ്. അങ്ങനെ ബുദ്ധിമുട്ടി നമ്മൾ അവിടുന്ന് സ്പീഡിലങ്ങ് മുങ്ങി. മമ്മീൻ്റെ കാര്യപ്പെട്ട ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ മാത്രം മമ്മി ഈ കുതിര പുല്ലുകൊണ്ട് നിൽക്കുന്നെല്ലാം പറഞ്ഞ പോലെയാണ് മമ്മീൻ്റെ കഥ. ഇവിടെ എത്തിപ്പിന് ബ്രേക്കാം. മമ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്താ ഈ ഫാൻസി കമ്മലുകൾ. ഇത് ഇവക്ക് എത്ര വാങ്ങിയാലും മതിയാവൂലേ. നോക്കിയിട്ടാ അതുപോലെ വെറൈറ്റി ഉണ്ട്. ഇവക്ക് സ്വർണ്ണത്തിനോട് വലിയ താല്പര്യമില്ല. അത് വേറൊന്നും കൊണ്ടല്ല, ഇവക്ക് സ്വർണ്ണം ഇട്ടാൽ തീരെ വൃത്തി ഉണ്ടാവില്ല. ഇവക്ക് ഇതുപോലെ മോഡേൺ അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ചേരുക. പിന്നെ അതുകൊണ്ട് എനിക്ക് ചിലവും കുറവാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പോലെ വാങ്ങിക്കൊടുക്കും. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് വെറൈറ്റികൾ എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അധികം ഒന്നും എടുക്കൂലേ, 1-2 എടുക്കുള്ളൂ. ഇത് കണ്ട ഇൻഡാലിയത്തിൻ്റെ ഒരു ചട്ടിയാണ്. ഞാൻ അധികം കേൾക്കാത്തൊരു സംഭവമാണ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഇൻഡാലിയെന്ന് കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇതിങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അറിയില്ല. അപ്പോൾ കണ്ട കൗതുകത്തിൽ ഞാൻ വാങ്ങി.
അവർ പറയുന്നത് ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലയെന്നാണ് പറയുന്നത്. ഇത് ഇരുമ്പും മണ്ണും എല്ലാം കൂട്ടി ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്നൊരു സാധനമല്ല എന്ന് പറയുന്നത് എത്രത്തോളം വാസ്തവം ഉണ്ടെന്ന് അറിയില്ല. ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് കണ്ട എനിക്ക് ഏറ്റവും ഉപയോഗപ്രദമായി തോന്നിയ സംഭവമാണ് ഇത് വാങ്ങിയവരുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്തെടുക്കുമ്പോൾ അഥവാ കാറ്റ് കൊണ്ടാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവിടെ ഓഫ് ആവും. ഇത് ആ സിലിണ്ടർ മുകളിൽ ആദ്യം ഫിറ്റ് ചെയ്യുക, അതിൻ്റെ മുകളിൽ നമ്മൾ സാധാ ആ നോബ് ഫിറ്റ് ചെയ്യുക. അങ്ങനെ അതിൻ്റെ സിസ്റ്റം. പിന്നെയും ഇതിൻ്റെ വേറെയും കുറേ കാര്യങ്ങളുണ്ട്. ഇതുപോലെ എന്തെങ്കിലും പൈപ്പ് എലി കടിച്ച് മുറിച്ചിട്ടുണ്ടെങ്കിൽ, പൈപ്പെല്ലാം പഴകിയിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ, ലീക്കായി കഴിഞ്ഞാലും ഇത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. അപ്പോൾ എനിക്കൊന്ന് ഏറ്റവും ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നിയത്. കാരണം നമ്മളെ വീട്ടിൽ ജനലിൻ്റെ സൈഡാണ് ഗ്യാസ് ഉള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിങ്ങനെ വരുമ്പോൾ ഇതിങ്ങനെ അനങ്ങുവേ. ചില സമയത്ത് ഇത് കടലുമുണ്ട്. അപ്പോൾ ആളില്ലാത്ത സമയത്ത് തന്നെ കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കിച്ചണിൽ വന്ന് വലിയ അപകടമാവുമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എന്തായാലും ഒന്ന് വാങ്ങിയേ. അപ്പോൾ ഇതിനെപ്പറ്റി അറിയുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് യൂസ്ഫുള്ളാണോ അല്ലെങ്കിൽ ഇതിങ്ങനെ ഒരു സാധനം കേട്ടിനെന്നുള്ളത് എന്തായാലും ഒന്ന് പറയണേ. അപ്പോൾ നമ്മൾ നടന്ന് കുറേ എത്തിയല്ലേ മമ്മി? ഒരു നല്ലൊരു ചട്ടി കിട്ടീനെ, ഇൻഡാലിയം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുമെന്ന്. നല്ല സംഗതി കേട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ചട്ടിയായിട്ട് യൂസ് ചെയ്യുന്ന അറിയില്ല. മറ്റേ നല്ല പോളിഷ് ചെയ്തിട്ടല്ലേ? ആ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് വാങ്ങിയിട്ടുണ്ട് നമ്മൾ. ഈ നല്ല ചട്ടി, പിന്നെ വേറൊരു സാധനം ഓർഡർ ചെയ്തിന്, നമ്മളിപ്പോൾ കാണിച്ചല്ല. മക്കൾക്ക് പോപ്കോൺ പണം പോലെ. അപ്പോൾ നല്ല പഞ്ഞിമുട്ടായും വാങ്ങിയ, പുല്ലുമുട്ടായിയാ പഞ്ഞിമുട്ടായി എന്നാണ് പറയാൻ, രണ്ടും പറയാൻ തോന്നും. പിന്നെ ഇതും കൂടി പോപ്കോണ്, ചോക്ലേറ്റ്. അപ്പോൾ ഇവരിങ്ങനെ കളറാക്കുന്നില്ലേ, അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത്. സാധാരണ നല്ല കളറുണ്ടാവും, ഇതൊക്കെ കളറില്ല, വൈറ്റാന്ന്, വെറും പഞ്ചസാരയാണ്. അതുകൊണ്ട് വാങ്ങിയേട്ടാ. മക്കള് ഫിനിഷായ ഞാനാ അവിടുത്തെ വെച്ചോ. സാധനം ഫിനിഷാക്കിയേ. പൈസ കൊടുത്തോ മമ്മി? അത്ഭുതം. സാധാരണ മമ്മി പൈസ കൊടുക്കലില്ല, എന്നെ കൊണ്ട് കൊടുപ്പിക്കലാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് എന്താ പറ്റിയെന്നറിയില്ല, പൈസ കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അജാനു. അച്ഛനും ഇഷ്ടമായിനാ? നല്ല രസമുണ്ടല്ലോ മമ്മി, നല്ല ക്രിപ്സി ആയിട്ടുള്ള സാധനം അല്ലേ? നടന്നോളൂ, നല്ല നടന്നോ മമ്മി. അപ്പോൾ നമ്മളെ ഫെയർ ഇതാ തീരാനായി. ഇനി ലാസ്റ്റ് ഘട്ടത്തിലേക്ക്. ഇവിടെ ഇറങ്ങുമ്പോൾ മെയിനായിട്ടുള്ളത് ഈ മുളക് ബജ്ജിയും മറ്റേ ബടാപ്പാവ് ഇങ്ങനത്തെ സാധനങ്ങൾ. ഇതാണെങ്കിൽ ആൾക്കാർ ഇഷ്ടംപോലെ തിന്നിയും കാണുന്നുണ്ടേ. നമ്മൾ മുന്നേ കഴിച്ചിനി, പക്ഷേ ഈ മുളക് ബജ്ജിക്കൊന്നും വലിയ ടേസ്റ്റൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ കഴിക്കലേ ഇല്ലേ. ഇതാ എല്ലാവരും നടന്ന് വന്ന ക്ഷീണത്തിൽ തിന്നിയാന്നോ എനിക്ക് സംശയം. പിന്നെ ഇതൊരു പുതിയ സാധനം ഞാൻ കണ്ടേ. ഇത് ഭയങ്കര വലുപ്പമുണ്ട്, ഭയങ്കര ഒരു ഡേഞ്ചറായിട്ട് തോന്നിനി. ആൾക്കാർ കയറുന്നുണ്ട്. പിന്നെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതേ ചോളം. ഇതാകുമ്പം പിന്നെ വേറെ കെമിക്കൽസോ ഒന്നും സൈഡ് എഫക്റ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ സാധനം ഞാൻ എപ്പം വാങ്ങിക്കൊടുക്കണ്ട കേട്ടാ. ഇതെന്തായാലും നല്ല ഹെൽത്തിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിൽ പശു നെല്ലാക്കിയിട്ട് വരുന്നല്ലേ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും നല്ല ഗുണമുള്ള സാധനമാണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയുള്ളതാണ് കൂടുതൽ നമ്മൾ വാങ്ങിക്കൊടുക്കല്ലേ. ഇനി ഇതിന് വേറെ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതേ. നമ്മളിപ്പോൾ കറങ്ങിയതിൻ്റെ എൻ്റെ ഉള്ള. അപ്പോൾ ഇവിടെ ഒരു സാധനം ഉണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. നമ്മളിത് കണ്ടില്ല അതുപോലെ മമ്മി. ഈ സാധനോ അല്ലേ കണ്ണൂര് അങ്ങനെ വന്നിട്ട് കണ്ടിട്ടില്ല. ആ ആടെയുള്ള സാധനം അല്ലേ, അതിൻ്റെ കേട്ടോ അല്ലേ. ഇത് രണ്ടും ആദ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ ഇതൊന്ന് കണ്ടോട്ടെ, എന്നതിന്റെ അവസ്ഥ നോക്കിയാൽ തീരല്ല. അവളെ അത് വേണ്ട, നമ്മളെ കളറില്ല, കെമിക്കൽ. അപ്പൊ ഇപ്പൊ അത് സ്റ്റാർട്ടാന്ന് തോന്നുന്നു. ഏതാണ്ട് ഫുള്ളായാലും അത് സ്റ്റാർട്ടാക്കുള്ളൂ മമ്മി. ഓ ആയിപ്പോയി ഏട്ടാ, നോക്കേ കണ്ടോ, നോക്കേ സംഗതി സ്റ്റാർട്ടാവില്ലായ. നോക്കിയിട്ട് നല്ല കളർഫുള്ളാണ്, ലൈറ്റിലിട്ട് നല്ല അടിപൊളി സാധനമാണ്. പക്ഷേ ഇതിൻ്റെ ഭീകരത നമ്മൾ ശരിക്കും സൂക്ഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുക. ആൾക്കാരെയും കൊണ്ട് കറങ്ങൽ നോക്കിയിട്ടെ ആകാശത്ത് നിന്ന്. എല്ലാവരും ആ മെയിൻ സാധനം കറങ്ങുന്ന, ചെറുതും കറങ്ങുന്നു. ഇതിന് വല്ല ഇൻഷുറൻസോ കാര്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയൊരു ക്ലിപ്പ് എന്തെങ്കിലും ലൂസായിട്ട് തെറിച്ച് വീണുണ്ടെങ്കിൽ വല്ലതും കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതെല്ലാം അത്രയും സുരക്ഷാ ക്രമീകരണത്തിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെയൊക്കെ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളതിനെ പറ്റി വലിയ ധാരണയില്ല. എന്തായാലും ഇതിൻ്റെ അകത്ത് കയറുന്നവർക്ക് ഞാൻ പറയാം വല്ല അവാർഡ് അങ്ങനെ കൊടുക്കണം. കാരണം ഇത് കണ്ടിട്ട് ധൈര്യത്തിലാദ്യം കയറുന്നുണ്ടല്ല.
ശരിക്കും കുടലടി മറിയാന്നെല്ലാം പറയുന്നുണ്ടല്ലോ, അങ്ങനെയാവും. ശരിക്കും എനിക്ക് തോന്നുന്നത് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലാണെങ്കിൽ ഇത് ബെസ്റ്റാണ്. കാരണം എന്താ, തടി അനങ്ങാത്തവർ ഇതിൻ്റെ ഉള്ളിൽ കയറണ്ടല്ല, തടി മൊത്തം ഇളകി നല്ല കണ്ടീഷനാവും. അപ്പോൾ ഇടയ്ക്ക് ഇതിനകത്ത് കയറിയാൽ ഒരു വ്യായാമം പോലെ കയറുന്നതൊക്കെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇത് സംഗതി കഴിഞ്ഞേ, നോക്കിയട്ടെ, ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാവരും നല്ല ഹാപ്പിയാണ്. നോക്കിയട്ടെ, ചെറിയ കുട്ടികളൊരു ഉണ്ട് കേട്ടോ. എല്ലാവരും തടിയൊന്നും ഇളകി മൈൻഡിലൊന്ന് കണ്ടീഷനായി എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് വലിയ കുഴപ്പമില്ലേ. മറ്റേ ആകാശത്തോട്ടിൽ കയറിയാലും അത് വലിയ അടങ്ങാറ്, ആ തോണിയിൽ കയറിയാലും ഭയങ്കര അടങ്ങാറാണ്, ഛർദ്ദിക്കാൻ വരും. ഇത് കഴിയുമ്പോഴത്തേക്ക് ഛർദ്ദിക്കാൻ വരും. ഇനി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണെന്നുള്ള അവസ്ഥ എന്ന് അറിയില്ലേ. കയറിയവരാരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത്. ശരിക്കും ജീവൻ പണി വെച്ചുള്ള കളിയല്ലേ. ഞാൻ ഇവിടെ പറയാ ഇവരെല്ലാം കൊടലടി പറഞ്ഞു പോകും. എത്ര ഹൈറ്റ് ചുരുളുന്നല്ലേ, ഇങ്ങനെ ചൊടിച്ചിട്ടല്ലേ വരുന്നത്. ഡേഞ്ചർ ആണ് സംഗതി. അഥവാ ഏതെങ്കിലും ബെൽറ്റ് ഊരിപ്പോയിട്ട് കണ്ടല്ല അങ്ങ് പോകും കഥ. എന്തായാലും എന്താ പറയണ്ട, ഗംഭീര സംഭവം കേട്ടാ. അതിന്റെ തിരുനാമന്മാർക്ക് ഒരു മെഡൽ കൊടുക്കണം. ഇത് കണ്ടിട്ട് കയറുന്നവർക്കാണ് ആദ്യം മെഡൽ കൊടുക്കുന്നില്ലേ. നമുക്ക് വിട്ടൂടെ. അതിൻ്റെ ഇടയില്ലേ നമ്മൾ ഇതുവരെ കാണാത്തൊരു സ്പെഷ്യൽ ഐറ്റം മക്കൾക്ക് കളിക്കേണ്ടതാണ്, പക്ഷെ അത് നല്ല രസമുണ്ട്. അപ്പോൾ ഇങ്ങനെ വെറൈറ്റി സാധനം ഞാൻ മക്കൾക്ക് കണ്ട എന്നേരം വാങ്ങിക്കൊടുക്കുക. ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരം കാണുന്ന സംഭവമായിരിക്കും. ഒരു സാധനം കിട്ടിയേ മക്കൾക്ക് കളിക്കണ്ട ആവുന്നില്ല. അറിയാം സിമ്പിൾ സാധനം തന്നാലും മക്കൾക്കൊരു വെറൈറ്റി കളി സാധനം കിട്ടി. അപ്പോൾ നമ്മൾ ഫെയറെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയേ. എന്തായാലും അടിപൊളിയാണ്, മോശമൊന്നുമില്ല. പിന്നെ കാണുന്നില്ല മൊത്തം കളർഫുള്ള് കാര്യങ്ങൾ. ഞാൻ പറയാം, വരുമ്പോൾ നൈറ്റ് വരുന്നതാണ് നല്ല. ഈ ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റ് എല്ലാം കിട്ടുന്നുണ്ടെങ്കിൽ നൈറ്റാണ് നല്ല. അപ്പോൾ ഇനി അടുത്തത് ഫുഡിൻ്റെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നേരെ പോയത് MRIയിലാണ്. മമ്മിക്ക് ഈ മോമോസ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചിടെ MRIയിൽ മോമോസ് ഉണ്ടാവും, ഒരുപാട് വെറൈറ്റി ആയിട്ട് ഉള്ളതാണല്ലോ. പക്ഷേങ്കിൽ സംഗതിയാകെ പാളിപ്പോയി. MRIയിൽ നോക്കുമ്പോൾ മോമോസ് ഇല്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തേ. അപ്പോൾ ഇതാ മമ്മിയും മക്കളും ചെറുങ്ങനെ തീറ്റ തുടങ്ങി. അതിൽ മമ്മി ഒരു സ്പെഷ്യൽ സാധനം വാങ്ങിയത് കിഴി പൊറോട്ട. ഒന്നുമില്ല, പൊറോട്ട വേറെ കറി വേറെ കിട്ടുന്നത് പോലെ തന്നെ കിഴി പൊറോട്ടേനകത്ത് ഈ കറിയും എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ കിഴിയാക്കിയിട്ട് എന്തോ ആവിയിൽ വെച്ചാണ് ചൂടാക്കിയിട്ട് കൊണ്ടുവരുന്ന സംഭവമാണ് ഈ കിഴി പൊറോട്ട. സംഗതിയൊന്നുമില്ല, ഇതെല്ലാം കൂടി ആകെ ചളി പോലെ ആയിട്ടുണ്ടാവും, വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. സാധാ പൊറോട്ടയും കറിയും കൂട്ടി തിന്ന ടേസ്റ്റ് എന്തായാലും ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഓള് പറയുന്നത് നല്ല ടേസ്റ്റ് എന്നാണ് ഓള് പറയുന്നത്, അറിയില്ലേ. ഈ കിഴിപ്പൊറോട്ട തിന്നവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയണേ. നിങ്ങൾക്കത് ഇഷ്ടമായിനോ അല്ലെങ്കിൽ സാധാ പൊറോട്ടയും കറിയാണോ ഇഷ്ടം എന്നുള്ളത് എന്തായാലും ഒന്ന് പറയണേ. അപ്പോൾ ഇവിടുത്തെ ഈ ഭക്ഷണത്തോടെ നമ്മളെ ഓണാഘോഷ പരിപാടി ഇവിടെ തീരുകയാണ്. അപ്പോൾ സമയം 10 മണിയായി, ലേറ്റായി. നമ്മൾ ഭക്ഷണം കഴിച്ച് വേഗം വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഏതായാലും ഇത്ര സമയം നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.